നമുക്ക് വായിച്ചു കേൾക്കാം. 56 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ. ദാവീദാണ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നത് ഞാൻ കാണുകയാണ്. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. ഈ വചനം നമ്മൾ ഇച്ചിരി മനസ്സിരുത്തി പഠിക്കുമ്പോൾ ഇതെപ്പോഴാണ് ഈ സങ്കീർത്തനം ചമച്ചതെന്ന് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ സാഹചര്യം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ആകെ തൂക്കം പഠിച്ചാൽ ശത്രു തൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കിയപ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വിളിച്ചപേക്ഷിച്ചാൽ അവനൊരു കാഴ്ച കാണുക, എന്നോട് പോരാടിയ ശത്രു പിന്തിരിയുന്ന കാഴ്ച. ഞാൻ ഇന്നൊരു ദൂത് പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങുക. പലതരത്തിൽ നമ്മെ ഉപദ്രവിക്കുന്ന എതിരാളികളുണ്ട്, ശത്രുക്കളുണ്ട്. സ്തോത്രം. അവരെല്ലാം നിങ്ങൾ ആ സങ്കീർത്തനത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മതി. 1 വാക്യത്തിൽ മനുഷ്യരെന്നെ വിഴുങ്ങുവാൻ പോകുന്നു. 2 വാക്യത്തിൽ എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങാൻ ഭാവിക്കുന്നു. അപ്പം ആരാണ് ഇവിടെ ശത്രു? മനുഷ്യരാണ്. മനുഷ്യരെന്നെ വിഴുങ്ങുവാൻ പോകുന്നു. എൻ്റെ ശത്രു ഇടവിടാതെ എന്ത് ചെയ്യുക? എന്നെ ഒരിക്കലല്ല, ഇടവിടാതെ എന്നെ വിഴുങ്ങാൻ എന്ത് ചെയ്യുന്നു? ഭാവിക്കുന്നു. സ്തോത്രം. 25 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു. ശത്രുക്കളുടെ എണ്ണം എന്ത് ചെയ്തിരിക്കുക? വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുക. ഇനിയും 56 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെ എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് 6 വാക്യത്തിൽ അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുമ്പം ശത്രുവിൻ്റെ വലിയ വെല്ലുവിളി തൻ്റെ നേരെ വന്നു. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഒരു സന്ദേശം പറയാം. പലതരത്തിലുള്ള വെല്ലുവിളികളെ ഫേസ് ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. പക്ഷേ ശത്രു എത്ര പിടിമുറുക്കിയാലും നീ പേടിക്കണ്ട, നിനക്ക് വിളിച്ചപേക്ഷിക്കാനൊരു സ്ഥലമുണ്ട്. നീ ദൈവത്തെ വിളിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ശത്രു പിന്തിരിയാൻ തുടങ്ങും. ഇനി ഞാൻ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാൻ പോകുകയാണ്. ശത്രുവിൻ്റെ ആക്രമണം 3 തരത്തിലുള്ള ആക്രമണങ്ങളുണ്ട്. ഒന്ന്, ഫേസ് ടു ഫേസ് ഡയറക്റ്റ് ശത്രുക്കൾ ആക്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുക, നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുക, നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറയുക, നിന്നെ വിശ്വാസത്തിൽ നിർത്തത്തില്ലെന്ന് പറയുക. ഇതൊക്കെ ഡയറക്റ്റായിട്ടുള്ള വെല്ലുവിളിയുണ്ട്. വേറെ ഒരു കാര്യമാണ് ഒളിഞ്ഞിരുന്നുള്ള ശത്രുവിൻ്റെ ആക്രമണം. ബൈബിൾ പഠിപ്പിക്കുന്ന 2ാമത്തെ കാര്യം ഒളിഞ്ഞിരുന്നുള്ള ശത്രുവിൻ്റെ ആക്രമണം. 3ാമത്തെ ശത്രുവിൻ്റെ ആക്രമണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നാം വിട്ടിട്ടും നമ്മെ വിടാതെ നമ്മളെ പിന്തുടരുന്ന ശത്രു. ഇന്ന് 3 മേഖലയിലും ഒരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങിയാൽ അതെന്താണെന്നൊക്കെ ഒന്ന് പ്രസംഗിച്ച് വരാൻ പോവുക. അല്പസമയം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ റൂട്ടെല്ലാം നമുക്ക് മനസ്സിലാകും. പക്ഷെ ഒരു കാഴ്ച ഇന്ന് നിങ്ങൾ കാണണം. നിന്നെ സ്തോത്രം, നിന്നെ തകർക്കാൻ എഴുന്നേറ്റ ശത്രു നിന്റെ മുമ്പിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നുള്ള നോട്ടം മാറ്റുന്നു. ഇനിയും നിന്നെ ആക്രമിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ആ നിലവാരത്തിലേക്ക് എത്തത്തക്കവണ്ണം ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്. യേശു നിനക്ക് വലിയവ ചെയ്യാൻ പോകുകയാ. എത്ര പേര് അതിന് ആമയും പറയും? ഈ വചന വെളിപ്പാടിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. എന്നോട് ദൈവം തരുന്നൊരു ബോധ്യം പറയാം. വർഷങ്ങളായി ചിലർ അനുഭവിക്കുന്ന ചില ദുരിതങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അറുതി വരാൻ പോകുകയാണ്. വർഷങ്ങളായിട്ട് നീ ചിന്തിക്കാത്ത തലത്തിൽ നിന്ന് നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ തകർക്കുന്ന പല ദുഷ്ടശക്തികളെയും ദൈവം കാണുകയാണ്. പൈശാചികമാകാം, മനുഷ്യനാകാം, എതിരാളികളാകാം. ബൈബിളിലൊരു ഭാഗത്ത് യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, അവൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കൾ. ചിലർക്ക് വീട്ടുകാരാ ശത്രുക്കൾ, ചിലർക്ക് നാട്ടുകാരാ ശത്രുക്കൾ, ചിലർക്ക് കൂട്ടുകാരാ ശത്രുക്കൾ, ചിലർക്ക് ദൈവത്തിന് സ്തോത്രം അസൂയുള്ളവരാ ശത്രുക്കൾ. പക്ഷേ ആരെവിടുന്ന് ശത്രുവായി എഴുന്നേറ്റാലും നീ പേടിക്കരുത്. നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ ശത്രു പിന്തിരിയാൻ തുടങ്ങും. എത്ര പേര് അതിന് ആമയും പറയും? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ശത്രു പിന്തിരിയാൻ സമയമായി. ഓ ഹല്ലേലൂയ. ഇന്നലകളിൽ ശത്രുവിൻ്റെ ആക്രമണം സഹിച്ച് ജീവിതം ദുരിതത്തിലായ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇത് നിന്റെ രാത്രിയാണ്. നിന്നെ ഉപദ്രവിക്കുന്ന ശത്രു പിന്തിരിയുന്ന കാഴ്ച ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാ. ഈ വചനത്തിനകത്ത് വരയ്ക്കുന്ന ചിത്രം, നിന്നെ വെല്ലുവിളിച്ച ശത്രു പുറകോട്ട് പോകുന്നു, നീ മുന്നോട്ട് കുതിക്കുന്നൊരു കാഴ്ചയാണ് ഈ വചനം തരുന്ന വെളിപ്പാട്.